കുറുക്ക് വഴികളിലൂടെ ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ ആകുവാനുള്ള ശ്രമം ശുഭമാകയില്ല. ദൈവനാമ മഹത്വത്തിനുതകില്ല, അതൊരിക്കലും അങ്ങനെ ആകില്ല. ഈ ചിന്തയെ സാധൂകരിക്കുന്ന പലതും അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നാം കണ്ടത് മാതൃകാപരമായ പല തീരുമാനങ്ങൾ എടുക്കുവാൻ അബ്രഹാമിന് സാധിച്ചതാണ്. വിപരീതമായ 2 പ്രമാണങ്ങളുടെ പ്രതീകങ്ങളായിരുന്ന 2 രാജാക്കന്മാരിൽ നിന്നും ഒരാളെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയിലായിരുന്നു അബ്രഹാം. തൻ്റെ സഹോദരപുത്രൻ ലോത്തിനെ രക്ഷിക്കുവാൻ യുദ്ധം ചെയ്ത് വിജയിച്ച് അബ്രഹാം വരുമ്പോൾ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ട്. സോദോം ആകെ വഷളായ ഒരു പട്ടണമായിരുന്നു, നമുക്കൊക്കെ അറിയാം. സോദോം രാജാവായിരുന്ന ബേര പ്രതിനിധീകരിക്കുന്നത് ജഡത്തിന് ആകർഷകമായ ഈ ലോക വ്യവസ്ഥിതിയുടെ ആധിപത്യത്തെയാകുന്നു. ബേര എന്ന പേരിൻ്റെ അർത്ഥം സമ്മാനം എന്നത്രേ. ലോക വ്യവസ്ഥിതിയോട് അനുരഞ്ജനപ്പെട്ടു പോകുവാനുള്ള വിലപേശലാണ് ഈ സമ്മാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം സോദോം എന്ന വാക്കിൻ്റെ അർത്ഥം വെന്തുരുകുക എന്നത്രേ. ആയതിനാൽ എന്ത് തിരഞ്ഞെടുക്കും എന്നതിൽ നാം വളരെ ശ്രദ്ധാലുക്കൾ ആയിരിക്കേണ്ടതുണ്ട്. നാം ബേറായ്ക്ക് നമ്മുടെ തല കുനിച്ചു കൊടുത്തെന്നാൽ നാം എന്തിനായി ജീവിക്കുന്നുവോ അതെല്ലാം ഒരു നാൾ വെന്തുരുകിപ്പോകും എന്നാണ് അർത്ഥം. അതത്രേ ലോത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. മൽക്കിസദേക്ക് എന്നാൽ നീതിയുടെ രാജാവ് എന്നത്രേ. ശാലോം എന്നാൽ സമാധാനമെന്നും. എബ്രായ ലേഖനം 7-ാം അധ്യായവും 110-ാം സങ്കീർത്തനവും മൽക്കിസദേക്കിനെ യേശുക്രിസ്തുവുമായി താരതമ്യപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് നാം കണ്ടു. സമാധാനത്തിൻ്റെ രാജാവ്, നീതിയുടെ രാജാവ്. അബ്രഹാമിൻ്റെ സമയത്ത് മൽക്കിസദേക്ക് ആയിരുന്നത് പോലെ യേശുക്രിസ്തു ഇന്ന് സ്വർഗത്തിൽ നമ്മുടെ രാജപുരോഹിതനായി വാഴുന്നു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. നാം അവനെ സേവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നീതിയും സമാധാനവും അനുഭവിക്കുവാൻ നമ്മെ ശക്തനാക്കുവാൻ അവൻ മതിയായവനാണ്. അങ്ങനെ അബ്രാം ബേറായെ അവഗണിക്കുകയും മൽക്കിസദേക്കിനെ അംഗീകരിക്കുകയും ചെയ്തപ്പോൾ വിശ്വാസത്തിൻ്റെ അതിമഹത്തായ ഒരു പ്രസ്താവന അവൻ നടത്തുകയാണ് ചെയ്തത്. ലോകത്തെ നിങ്ങൾ എടുത്തുകൊള്ളൂ, എന്നാൽ യേശുവിനെ എനിക്ക് തരൂ എന്ന പ്രസ്താവന. ലോത്തും ഈ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുവാൻ കഴിയുന്ന സാഹചര്യത്തിലായിരുന്നു എന്നോർക്കണം. എന്നാൽ അവൻ ലോകവുമായുള്ള അനുരഞ്ജനത്തിൻ്റെ പാത തെരഞ്ഞെടുത്ത് സകലവും നഷ്ടപ്പെട്ടവനായിത്തീരുന്നു. ഉണ്ടാക്കിയതെല്ലാം വെന്തുരുകിപ്പോയി. ലോകം എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ നമുക്ക് ചുറ്റും കാണുന്ന മനുഷ്യരും മൃഗങ്ങളും പക്ഷിലതാദികളും എന്നല്ല അർത്ഥം. പിന്നെയോ ദൈവത്തിനെതിരായുള്ള സാത്താന്യ വ്യവസ്ഥിതി എന്നാണ് അതിൻ്റെ അർത്ഥം. തൻ്റെ പരിശ്രമത്താൽ തൻ്റെ ആളുകളെ ഉപയോഗിച്ച് അബ്രഹാം യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കൊള്ള മുതൽ എടുക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത്? നിയമപരമായി ആ കൊള്ള അബ്രഹാമിൻ്റേതാണ്. അബ്രഹാമിന് അതിന് ഒരു വിലക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ധാർമ്മികമായി അവ അതിര് ലംഘിക്കുകയായിരുന്നു. നമ്മുടെ സമൂഹത്തിൽ തെറ്റല്ലാത്ത പലതും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ധാർമ്മികമായി അതിര് കടക്കുന്നതാകാവുന്നതാണ്. ശ്രദ്ധിക്കണം. ലോകപ്രകാരം അത് നിയമലംഘനമായിരിക്കണമെന്നില്ല. മൽക്കിസദേക്ക് അബ്രഹാമിന് സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിൽ നിന്നുള്ള അനുഗ്രഹം നൽകി. അബ്രഹാം ജീവിച്ചത് യഹോവയുടെ അനുഗ്രഹത്താലാണ്, അല്ലാതെ ലോകത്തിൻ്റെ കോഴ കൊണ്ടായിരുന്നില്ല. തന്നെ ലോകം സമ്പന്നനാക്കിയെന്ന് ആരും ചിന്തിക്കരുതെന്ന് അബ്രഹാമിന് നിർബന്ധമുണ്ടായിരുന്നു. നാം നിസ്സാരമെന്ന് ചിന്തിക്കുന്ന ഒരു തെറ്റുപോലും നമ്മുടെ ആത്മീയ വളർച്ചയെ ബാധിക്കും എന്ന സത്യം ഒരിക്കലും മറക്കരുത്. അതൊരു പ്രവർത്തനമാകാം, ഒരു വാക്കാകാം, ഒരു ഭാവമാകാം. അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ വരാം. അബ്രഹാം പറഞ്ഞത് ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ താൻ എടുക്കുകയില്ല എന്നത്രേ. ഷൂലേസ് പോലും എടുക്കത്തില്ലെന്ന്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതിക്ക് പിൻപേ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരിൽ നിന്നും അംഗീകാരവും പാരിതോഷികവും കയ്യടിയും നേടി
ഒട്ടനേകം ദൈവമക്കൾ തങ്ങളുടെ സാക്ഷ്യം നഷ്ടപ്പെടുത്തിയത് നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. ഈ കയ്യടി കിട്ടുവാനായി സകല മൂല്യങ്ങളെയും ത്യാഗം ചെയ്യുവാൻ മടിയില്ലാത്ത ക്രിസ്തീയ നേതാക്കന്മാർ പണം കൊടുത്ത് വോട്ട് വാങ്ങിയും അർഹിക്കാത്ത പദവി സ്വാധീനം കൊണ്ട് തട്ടിപ്പറിച്ചുണ്ടാക്കിയും പ്രസിഡന്റും സെക്രട്ടറിയും റവറൻറ്റും ബിഷോപ്പും മെത്രാപ്പോലിത്തയും തിരുമേനിയും ഡോക്ടറുമൊക്കെ ആകുന്നവർ ആഗ്രഹിക്കുന്നത് ദൈവനാമ മഹത്വമാകുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുവാൻ കൂടി കുറേ ആളുകളെ ഉണ്ടാക്കേണ്ടി വരും. പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരു യഥാർത്ഥ ദൈവദാസനായിരിക്കുമ്പോൾ തന്നെ ലോകത്തിലെ ഒരു സെലിബ്രിറ്റി ആയിരിക്കുവാൻ സാധ്യമല്ല എന്ന സത്യം മറക്കരുത്. ഇന്ന് അനേകരും പൊതുയോഗങ്ങളിലും മീഡിയയിലുമൊക്കെ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ ഏതൊരു സെലിബ്രിറ്റിയും തോറ്റുപോകും. ഇത് രണ്ടും കൂടി ഒരിക്കലും ഒന്നിച്ചു പോകില്ല സുഹൃത്തെ. അതത്രേ അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പിൽ നിന്നും നാം പഠിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത്രയും നിഷ്ഠയോടും ചിട്ടയോടും ജീവിച്ച അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒരു തിക്താനുഭവം നാം കാണുന്നുണ്ട്. ഇന്ന് നാം പഠിക്കുവാൻ പോകുന്ന ഉൽപ്പത്തി 15-ലെ അനുഭവം വാസ്തവത്തിൽ അബ്രഹാമിനെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത്. ഉൽപ്പത്തി 15-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ ദൈവം നമ്മെ രക്ഷിക്കും. നമ്മുടെ സൽക്കർമ്മങ്ങളല്ല, താങ്കളുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നത്തെ ജീവസന്ദേശ പഠനത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യട്ടെ. തുടർന്ന് ശ്രദ്ധിച്ചു പഠിച്ചാട്ടെ. 15-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ ഇത്രയും നല്ല നിഷ്ഠയോടും സത്യസന്ധവുമായി ജീവിച്ചതായ അബ്രഹാമിനുണ്ടായ ഒരു തിക്താനുഭവം നാം കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നാം കാണുന്ന ഈ വലിയ അനുഭവം വാസ്തവത്തിൽ അവനെ കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്തത്. 15-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതിനുശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. ഇവിടെ ഇത് 4-ാമത്തെ പ്രാവശ്യമാണ് ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനാകുന്നത്. ദൈവം ഈ മനുഷ്യനെ എല്ലാ വിധത്തിലും വികസിപ്പിക്കുകയും അവനെ തന്നോട് കൂടെ മുൻപോട്ട് കൊണ്ടുവരികയുമാകുന്നു ചെയ്യുന്നത്. ഈ അവസരത്തിൽ അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുക വഴി ദൈവം ചെയ്തത് വളരെ വലിയൊരു കാര്യമാകുന്നു. കാരണം തന്റെ സഹോദരപുത്രൻ ലോത്തിനെ രക്ഷിക്കുവാൻ ഇറങ്ങിപ്പുറപ്പെടുകയും സോദോം രാജാവ് നൽകിയ കൊള്ള സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുക വഴി അബ്രഹാം വിശ്വാസത്തിന്റെ അതിഗംഭീരമായ ഒരു കാൽവയ്പ്പാണ് നടത്തിയത്. അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന് ദൈവം പറയുന്നു. പ്രിയ സുഹൃത്തെ, ഇതെത്ര മനോഹരവും ആശ്ചര്യജനകവുമായ പ്രസ്താവനയാണ്. ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഞാനങ്ങ് ഊഹിക്കുകയാണ്, യുദ്ധത്തിന്റെ സമയത്ത് അബ്രഹാം വലിയ അപകടത്തിൽ ചെന്ന് പെട്ടു കാണും. ജീവനോടെ തിരികെ വരുവാൻ സാധിക്കുമോ എന്നുപോലും സംശയിച്ച ആ അവസരത്തിൽ ദൈവം അവനെ അങ്ങനെ ഓർപ്പിക്കുകയാണ്, അബ്രഹാമേ ഞാൻ നിന്റെ പരിചയമാകുന്നു. നിനക്കെതിരെ വരുന്ന സകലത്തെയും തടഞ്ഞു നിർത്തി നിന്നെ സംരക്ഷിക്കുന്ന പരിച. എത്ര ആശ്വാസപ്രദം ഇല്ലേ? ഭയപ്പെടേണ്ട എന്നുള്ള ധൈര്യപ്പെടുത്തുന്ന ഈ വാക്കുകൾ ബൈബിളിൽ 366 പ്രാവശ്യമുണ്ട്. ഇത് ഏറെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ആദ്യത്തേതാണ് ഇവിടെ നാം കാണുന്ന ഈ ഭയപ്പെടേണ്ട എന്നുള്ള വാഗ്ദാനം. ഈ വാക്കുകൾ ഇസ്ഹാക്കിനോട് 26-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലും യാക്കോബിനോട് 46-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിലും ഇസ്രായേൽ മക്കളോട് നിരന്തരമായും പറയുന്നത് നാം വായിക്കുന്നു. യെശയ്യാ-പ്രവചനത്തിൽ കാണുന്ന ഭയപ്പെടേണ്ട എന്ന പ്രയോഗം അതതിന്റെ പശ്ചാത്തലത്തിൽ വായിച്ചു മനസ്സിലാക്കുന്നത് ഭയത്തിലൂടെ കടന്നു പോകുന്ന ഏതൊരു വ്യക്തിക്കും ആശ്വാസം നൽകുന്നതാണ്. അബ്രഹാമിനോട് ഭയപ്പെടേണ്ട എന്ന് ദൈവം പറയുമ്പോൾ അതിന്റെ കാരണം കൂടി അവൻ പറയുന്നുണ്ട്. ഞാൻ നിന്റെ പരിചയവും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്റെ ജീവിതം എന്റെ വിശ്വാസത്തോളം മാത്രം വലിപ്പമുള്ളതത്രേ. എന്റെ വിശ്വാസമോ എന്റെ ദൈവത്തോളം വലിപ്പമുള്ളതാണ്. ഞാൻ എന്നിലേക്ക് മാത്രം നോക്കിയിരുന്നെന്നാൽ നിരാശപ്പെടും. എന്നാൽ വിശ്വാസത്തോടെ ഞാൻ ദൈവത്തിങ്കിലേക്ക് നോക്കിയെന്നാൽ ഞാൻ ഉത്തേജനം കൈക്കൊള്ളും. ദൈവം നമ്മുടെ പരിചയവും പ്രതിഫലവുമാകുന്നു. നമ്മുടെ സംരക്ഷണവും കരുതലും ദൈവമാകുന്നു. ദൈവം പറയുകയാണ്, നീ യുദ്ധത്തിൽ പട്ടുപോകുകയില്ല, ഞാൻ നിന്നെ സംരക്ഷിക്കും. മാത്രമല്ല ആ കൊള്ള തിരികെ നൽകുക വഴി നീ ചെയ്തത് വളരെ നല്ല കാര്യമാകുന്നു. നീ അതുകൊണ്ട് പാപ്പരായി പോകുകയില്ല. ഞാൻ നിന്റെ പ്രതിഫലമാകുന്നു. നിനക്ക് പ്രതിഫലം തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര വലിയ ഒരു ആശ്വാസം!
ദൈവത്തിൽ വിശ്വസിക്കുകയും അവനെ നോക്കി ജീവിക്കുകയും ചെയ്യുവാൻ സമർപ്പിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് ചെയ്യുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ എത്ര ഉന്നതമാണെന്നറിയാമോ? അബ്രഹാം എത്ര പ്രായോഗികമായിട്ടാണ് സംസാരിക്കുന്നത്. അവൻ കാര്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് ഇറങ്ങി തന്നെ സംസാരിക്കുന്നു. അവന് ഭക്തി നടിക്കുന്ന സ്വഭാവമൊന്നുമില്ല. അങ്ങനെയുള്ള പ്രകൃതം ഉപേക്ഷിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. ദൈവത്തോട് കാര്യം തുറന്നു പറയുക, അതാണല്ലോ തമ്പുരാൻ ആഗ്രഹിക്കുന്നതും. അബ്രഹാം പറയുന്നത് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. 15-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങളിൽ, അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മശേക്കുകാരനായ ഈ എല്ലേസർ അത്രേ എന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്നും അബ്രഹാം പറഞ്ഞു. ഇവിടെ അബ്രഹാം പറയുന്നത് എന്തെന്നാൽ, ദൈവമേ, എനിക്ക് അധികം ധനമൊന്നും വേണ്ട. എനിക്ക് വേണ്ടത് അതല്ല. എൻ്റെ ഹൃദയത്തിലുള്ളത് എനിക്കൊരു കുട്ടിയില്ല എന്നുള്ള ഭാരമാണ്. അതുകൊണ്ട് എനിക്കൊരു മകനെ വേണം. എന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്നും എൻ്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ എണ്ണിക്കൂടാത്തതായിരിക്കുമെന്നും നീ എന്നോട് വാഗ്ദത്തം ചെയ്തതല്ലേ? എന്നാൽ ഇന്നും എനിക്കൊരു മകൻ പോലുമില്ല. അക്കാലത്തെ നാട്ടുനടപ്പനുസരിച്ച് അബ്രഹാം മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ കാര്യവിചാരകനും അവന്റെ ദാസന്മാരുടെ പ്രമാണിയുമായ എലയാസറിന്റെ മകനായിരിക്കും അബ്രഹാമിന്റെ അനന്തരാവകാശി. അതുകൊണ്ട് തുടർന്ന് ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. 4-ാം വാക്യത്തിൽ, അവൻ നിന്റെ അവകാശിയാകയില്ല. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. നോക്കണേ, ഒരു വ്യക്തി ദൈവത്തോട് ക്രിയാത്മകമായി അടുത്ത് ചെല്ലുമ്പോൾ ദൈവവും ക്രിയാത്മകമായി തന്നെ അവനോട് ഇടപെടുന്നു. ദൈവം പറയുന്നു, അബ്രാമേ, ഞാൻ നിനക്ക് ഒരു മകനെ നൽകുവാൻ പോകുന്നു. ഒരു മകനെ തരുവാൻ തന്നെ പോകുകയാണ്. ഇപ്പോൾ ഇതാ ദൈവം അബ്രാമിനെ കൈക്ക് പിടിച്ച് രാത്രിയിൽ വെളിയിലേക്ക് നടത്തുന്നു. 5-ാം വാക്യം, പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുവന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെ ആകും എന്നും അവനോട് കൽപ്പിച്ചു. ഇത് വളരെ ശ്രദ്ധേയമാണ്. ആദ്യം ദൈവം അബ്രാമിനോട് പറഞ്ഞത് അവന്റെ സന്തതി കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരിക്കുമെന്നാണ്. എന്നാൽ ഇപ്പോൾ അവൻ പറയുന്നത് അവർ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ അസംഖ്യമായിരിക്കുമെന്നത്രേ. നക്ഷത്രങ്ങളെ എണ്ണുവാൻ അബ്രാമിന് കഴിഞ്ഞില്ല. ഏകദേശം ഒരു 4000 നക്ഷത്രങ്ങൾ വരെ അബ്രാം കണ്ടെന്നിരിക്കട്ടെ. എന്നാൽ അവൻ നോക്കുന്നിടത്ത് തന്നെ 50,000-ത്തിലധികം കണ്ടെന്ന് വന്നേക്കാം. തന്റെ സന്തതികളെ എണ്ണി തിട്ടപ്പെടുത്തുവാൻ അബ്രാമിന് കഴിഞ്ഞില്ല. ഇന്ന് നിങ്ങൾക്കും അത് സാധ്യമല്ല. അവന് ഭൗതിക സന്തതിയായി ഇസ്രായേൽ ജാതിയും ആത്മീയ സന്തതിയായി ക്രിസ്തീയ സഭയും ഇന്നുണ്ട്. എങ്ങനെയാണ് സഭ അബ്രാമിന്റെ സന്തതിയായത്, ആത്മീയ സന്തതിയായത്? വിശ്വാസത്താൽ, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. ഗലാത്യയിലെ വിശ്വാസികൾ അബ്രാമിന്റെ മക്കളായി എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. സ്വാഭാവിക ജനനമല്ല, ആത്മീയ ജനനം. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ അബ്രാമിന്റെ ഈ 2 സന്തതികളും ഉൾപ്പെടുന്നു. ഇത് അതിമഹത്തായ ഒരു സത്യം തന്നെയാണില്ലേ? 6-ാം വാക്യം, 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. തിരുവചനത്തിലെ ഉന്നതമായ പ്രസ്താവനകളിൽ ഒന്നത്ര ഇത്. അവൻ, അതായത് അബ്രഹാം, യഹോവയിൽ വിശ്വസിച്ചു. ഇതുകൊണ്ട് എന്താകുന്നു അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചാൽ, അബ്രഹാം ദൈവത്തോട് ആമേൻ എന്ന് പറഞ്ഞു. ദൈവം അരുളി ചെയ്തു, ഞാൻ ഇത് നിനക്കായി ചെയ്യും. അപ്പോൾ അബ്രഹാം ദൈവത്തോട് പറയുകയാണ്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു ദൈവമേ, ആമേൻ, ഞാനത് വിശ്വസിക്കുന്നു. അതവന് നീതിയായി കണക്കിട്ടു. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ, എന്നാൽ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ജഡപ്രകാരം എന്തു പ്രാപിച്ചു എന്ന് പറയേണ്ടു? അല്ലെങ്കിൽ ജഡപ്രകാരം പ്രാപിച്ചവനെ പോലെ അബ്രഹാം കാണപ്പെട്ടു. എനിക്ക് തോന്നുന്നത് അങ്ങനെ പറയുന്നത് അവിടുത്തെ അർത്ഥം വ്യക്തമാക്കുന്നു എന്നാണ്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കാമെന്നുണ്ടെങ്കിൽ അത് തരുവാൻ ദൈവം ബാധ്യസ്ഥനായിത്തീരുന്നു. എന്നാൽ കൃപയെ ഒന്നുകൊണ്ടല്ലാതെ വേറൊരു മാർഗത്തിലും ദൈവം മനുഷ്യനെ രക്ഷിക്കുന്നില്ല. രക്ഷിക്കുവാൻ വേറൊരു മാർഗവും അവനില്ലായിരുന്നു എന്നത്രേ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാൻ സാധിക്കണമെങ്കിൽ അത് ദൈവത്തിൽ വിശ്വസിക്കുന്നതിനാൽ, ക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി അംഗീകരിക്കുന്നതിനാൽ, നിങ്ങൾക്കായി ദൈവം ഒരു രക്ഷ ഒരുക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ച് അംഗീകരിക്കുന്നതിനാൽ മാത്രമാണ്. അബ്രഹാം ദൈവത്തിൽ അങ്ങനെ വിശ്വസിച്ചു. ദൈവം പറഞ്ഞത് അവൻ അങ്ങനെ അംഗീകരിച്ചു. എന്നിട്ട് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. നിങ്ങൾ രക്ഷിക്കപ്പെടുന്ന വിധം അങ്ങനെയാണ്.
ദൈവം നിങ്ങൾക്ക് ചിലത് ചെയ്തു എന്ന് വിശ്വസിക്കുക. ക്രിസ്തു നിങ്ങൾക്കായി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ഇത് നിങ്ങൾ വിശ്വസിക്കുക. ക്രിസ്തുവിനെ അംഗീകരിക്കുന്നതിലൂടെ ദൈവം നിങ്ങളെ നീതിമാൻ എന്ന് പ്രഖ്യാപിക്കും. ഗലാത്യലേഖനം 3:6-9 വരെയുള്ള വാക്യങ്ങളിലും ഇതേ സത്യം വിവരിക്കുന്നുണ്ട്. അബ്രാഹാമിനുണ്ടായിരുന്ന വിശ്വാസം അവനെ ദൈവത്തോട് വിശ്വസ്തനാക്കി. എന്നാൽ അവൻ വിശ്വസ്തനായിരുന്നതിനാലല്ല അവന്റെ ആത്മരക്ഷ നേടിയത്, അവൻ ദൈവത്തിൽ വിശ്വസിച്ചതിനാലാണ് രക്ഷപ്പെട്ടത്. നാമും ഇത് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരുണത്തിൽ നിങ്ങളോട് ഒരു കാര്യം ഞാൻ ചോദിച്ചു കൊള്ളട്ടെ. അതായത്, ഈ വലിയ രക്ഷ സ്വന്തമാക്കാനുള്ള ആത്മാർത്ഥമായ ശ്രമത്തിലാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ട് ചെയ്യുവാൻ സാധിക്കുന്ന ഒരേ ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തുവിനെ അംഗീകരിക്കുക മാത്രമാണ്. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അത് മതം മാറുന്നതുകൊണ്ടോ പേര് മാറുന്നതുകൊണ്ടോ സഭ മാറുന്നതുകൊണ്ടോ ഒന്നും സാധ്യമല്ല. ഇതൊരു മതത്തിന്റെ പഠിപ്പീരല്ല സുഹൃത്തെ. കർത്താവായ യേശുക്രിസ്തു ഒരു മതത്തിന്റെയും വക്താവുമല്ല. കർത്താവായ യേശുക്രിസ്തു മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് വന്ന ദൈവപുത്രനാണ്. 15-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. പിന്നെ അവനോട്, ഈ ദേശത്തെ നിനക്ക് അവകാശമായി തരുവാൻ കൽദയ പട്ടണമായ ഊരിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവ ഞാനാകുന്നു എന്നരുളി ചെയ്തു. കർത്താവായ യഹോവേ, ഞാൻ അതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്കെന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു. വീണ്ടും അബ്രാം വളരെയധികം പ്രായോഗിക ബുദ്ധിയുള്ള ഒരു വ്യക്തിയാകും. യഥാർത്ഥവുമായി ഇടപെടുന്നതിൽ അവൻ വിശ്വസിച്ചു. ഞാൻ ആഗ്രഹിക്കുന്നത് നാം ഓരോരുത്തരും അപ്രകാരം തന്നെ ആയിരിക്കണമെന്നത്രേ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്കിന്ന് ആവശ്യം യാഥാർത്ഥ്യമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ യാഥാർത്ഥ്യം ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഒന്നുമില്ല എന്ന് വേണം പറയുവാൻ. ഞാൻ സാധാരണ പറയാറുള്ള അതേ വാചകം ഇവിടെ വീണ്ടും പറയട്ടെ. ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും ആരാധന കളിക്കുകയാണ്. യാതൊരു യാഥാർത്ഥ്യ ബോധവുമില്ലാത്ത സഭാംഗത്വം. അബ്രാം വളരെ പ്രായോഗിക ബുദ്ധിയുള്ളവനായിരുന്നു. അവന് ചില കാര്യങ്ങൾ അറിയണം. തനിക്ക് ചിലതൊക്കെ എഴുതി കയ്യിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ദൈവം അവനോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? ദൈവം അവനോട് പറയുവാൻ പോകുകയാണ്, അബ്രാം, നീ ഇതെന്നോട് ചോദിച്ചതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നിന്നെ ഞാൻ കച്ചേരിയിൽ കൊണ്ടുപോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വക്കീലിന്റെ അടുത്ത് പോയി നീയുമായുള്ള ഈ കരാറ് യാഥാർത്ഥ്യമാക്കുവാൻ തന്നെയാണ് എന്റെ പദ്ധതി. നിനക്കൊരു മകൻ ജനിക്കുവാൻ പോകുന്നു, വാ നമുക്ക് കച്ചേരിയിലേക്ക് പോകാം, ആ വെള്ളക്കടലാസിൽ ഞാൻ ഒപ്പുവെച്ചു തരാം. അല്ല, അങ്ങനൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത്. അതെനിക്കറിയാം. എന്നാൽ ഇന്നത്തെ നമ്മുടെ നിയമവ്യവസ്ഥിതിയിൽ ദൈവം ഇങ്ങനെയല്ലേ ചെയ്തത്? അതാണ് അവൻ അബ്രാഹാമിനോട് പറഞ്ഞത്. അബ്രാഹാമിനോട് ദൈവം ചെയ്യുവാൻ പറഞ്ഞത് ഇതത്രേ. 9-10 വാക്യങ്ങളിൽ നാം കാണുന്നത്, അവനോട്, നീ 3 വയസ്സുള്ളൊരു പശുക്കിടാവിനെയും 3 വയസ്സുള്ളൊരു കോലാടിനെയും 3 വയസ്സുള്ളൊരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്ന് ഒത്ത നടുവേ പിളർന്നു, ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു, പക്ഷികളെയോ അവൻ പിളർന്നില്ല. ഒരു യാഗം ക്രമീകരിക്കുവാൻ ദൈവം അബ്രാഹാമിനോട് ആവശ്യപ്പെട്ടു. ഒരു പശുക്കിടാവിനെയും ഒരു കോലാടിനെയും ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവന്ന് അവയെ ഒത്ത നടുവേ പിളർന്ന് ഒരു പിളർപ്പ് ഒരു വശത്തും മറ്റേ പിളർപ്പ് മറുവശത്തും വയ്ക്കണമെന്നത്ര ദൈവം ആവശ്യപ്പെട്ടത്. മൃഗങ്ങളെ അബ്രാം ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നാൽ പക്ഷികളെ പിളർന്നില്ല. അവയിൽ ഒന്നിനെ ഒരു വശത്തും മറ്റേതിനെ മറുവശത്തും വെച്ചു. ആ കാലങ്ങളിൽ ആളുകൾ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ, രണ്ടുപേര് തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുമ്പോൾ ഈ മാർഗമായിരുന്നു അവലംബിച്ചിരുന്നത്. ഒരു മനുഷ്യൻ മറ്റൊരുവനിൽ നിന്നും ആടുകളെ വാങ്ങുവാൻ സമ്മതിച്ചെന്നിരിക്കട്ടെ. അവർ ഈ പറഞ്ഞ പ്രകാരം ഒരു യാഗം തയ്യാർ ചെയ്യും. പിന്നെ ആദ്യത്തെ ഭാഗത്തിന്റെ കക്ഷി രണ്ടാമത്തെ ഭാഗത്തിന്റെ കക്ഷിയുടെ കൈപിടിക്കും. എന്നിട്ട് അവരുടെ കരാർ തമ്മിൽ പറയുകയും യാഗത്തിന്റെ നടുവിലൂടെ നടക്കുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ഈ കാലങ്ങളിൽ ഒരു കച്ചേരിയിൽ പോയി അധികാരപ്പെട്ട ആളിന്റെ മുമ്പാകെ ഒപ്പുവെക്കുന്നത് പോലെ ആയിരുന്നു ഈ പറഞ്ഞ ആചാരം. അതുകൊണ്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് അബ്രാഹാമിന്റെ സമയത്തെ നിയമക്രമം തന്നെ ദൈവം ഉപയോഗിക്കുന്നു എന്നതാണ്. ഈ ജനങ്ങളുടെ ഇടയിൽ മാത്രമല്ല, അക്കാലത്തെ സകല മനുഷ്യരുടെയും ഇടയിൽ നിലവിൽ നിന്നിരുന്ന ഒരു ആചാരമായി ഇതിനെ യിരെമ്യാപ്രവചനം 34-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. കാളക്കുട്ടിയെ രണ്ടായി പിളർന്ന് അതിന്റെ പിളർപ്പുകളുടെ നടുവേ കടന്നുകൊണ്ട് എന്റെ മുൻപാകെ ചെയ്ത നിയമത്തിലെ സംഗതികൾ നിവർത്തിക്കാതെ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നവരെ, കാളക്കുട്ടിയുടെ പിളർപ്പുകളുടെ നടുവേ കടന്നുപോയ യഹൂദ പ്രഭുക്കന്മാരെയും. ആ കാലങ്ങളിലെ മാർഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, യാഗവസ്തു എടുത്ത് അതിനെ പിളർക്കുക,
അതിനുശേഷം അന്യോന്യം കരാറുണ്ടാക്കുക. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം അബ്രാം എല്ലാം ക്രമീകരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? 11-ാം വാക്യം. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടിക്കളഞ്ഞു. ഇത് വളരെ മാനുഷികമായ ഒരു കാഴ്ചയാണ്. അബ്രാം എല്ലാം ക്രമീകരിച്ചതിന് ശേഷം യഹോവയ്ക്കു വേണ്ടി കാത്തിരിക്കുമ്പോൾ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നു. യാഗം എങ്ങനെയെങ്കിലും റാഞ്ചിക്കൊണ്ടുപോകുവാൻ വന്ന അവയെ അബ്രാം അവിടെ നിന്ന് ഓടിച്ചു കളയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അബ്രാമിനോട് ഇങ്ങനെ പറഞ്ഞേനെ, അല്ലയോ അബ്രാമേ, നീയുമായി കരാർ ഉണ്ടാക്കേണ്ട ആ വ്യക്തി താമസിക്കുന്നല്ലോ, അവൻ ഇനിയും വരികയില്ലായിരിക്കുമെന്ന്. അതിന് അബ്രാമിനുള്ള മറുപടി ഇങ്ങനെയായിരിക്കും, ഒരിക്കലുമില്ല, അവൻ ഇപ്പോൾ വരും. അവനാണ് പറഞ്ഞത്, ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന്. 12-ാം വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രാമിനൊരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. ഇത് വളരെ വിചിത്രമായി തോന്നുന്നില്ലേ? അബ്രാമുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ ചെല്ലേണ്ട ദൈവം ഇതാ അബ്രാമിന് ഒരു ഗാഢനിദ്ര വരുത്തി, അവനെ സ്തംഭിപ്പിക്കുന്നു. എന്നാൽ ഇതൊരു അസാധാരണമായ ഉടമ്പടി തന്നെയാണ്. ദൈവം ഏതോ വാഗ്ദാനം ചെയ്യുന്നു എന്നതിനാൽ അവൻ യാഗത്തിലൂടെ കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അബ്രാം അങ്ങനെ യാഗത്തിലൂടെ പോകുവാൻ പോകുന്നില്ല. അബ്രാം ഒരു കാര്യം ചെയ്യാം എന്ന് വാഗ്ദത്തം ചെയ്യുന്നില്ല. അബ്രാം ദൈവത്തിൽ വിശ്വസിച്ചു, അത്രമാത്രം. 2000 വർഷങ്ങൾക്ക് മുൻപ് ദൈവം തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ്. പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. ലോകത്തിലേക്ക് വരുവാനും ലോകത്തിന്റെ പാപത്തിനു വേണ്ടി മരിക്കുവാനും പുത്രൻ സമ്മതിച്ചു. അതെ, എന്റെയും താങ്കളുടെയും പാപത്തിനു വേണ്ടി. അങ്ങനെ അവനിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കും എന്നവൻ ഉറപ്പു തന്നു. ഒരു ഉടമ്പടി ഉണ്ടാക്കുവാൻ തക്കവണ്ണം 2000 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ അവിടെങ്ങുമില്ലായിരുന്നു. എന്നാൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും അവിടെ ഉണ്ടായിരുന്നു. മാത്രമല്ല, പുത്രൻ ക്രൂശിൽ കയറി എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ മരിച്ചു. ഞാൻ പാപപക്ഷാപാതം പിടിപെട്ടവനായിരുന്നു. എനിക്ക് ഒന്നും തന്നെ വാഗ്ദാനം ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. നിങ്ങൾക്കും സാധ്യമായിരുന്നില്ല. അബ്രാം ഒന്നും തന്നെ വാഗ്ദാനം ചെയ്തില്ല. ദൈവം അബ്രാമിനോട് ഇപ്രകാരം പറഞ്ഞെന്ന് ചിന്തിക്കൂ, അബ്രാമേ, നീ എന്നും രാത്രി ഈ പ്രാർത്ഥന ചൊല്ലാമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നിനക്കായി ചെയ്യുവാൻ പോകുകയാണ്. എന്നിട്ട് അബ്രാം ഒരു രാത്രി പ്രാർത്ഥന ചൊല്ലുവാൻ മറന്നുപോയി. അങ്ങനെ വരുമ്പോൾ ഉടമ്പടി ലംഘിച്ചു. തന്മൂലം തന്റെ ഭാഗം ചെയ്യുവാൻ ദൈവം ബാധ്യസ്ഥനല്ലെന്ന് വരും. അവനത് നിവർത്തിക്കേണ്ട കാര്യവുമില്ല എന്ന് ചുരുക്കം. എന്നാൽ ദൈവം പറഞ്ഞു അവൻ അവന്റെ ഭാഗം ചെയ്യുമെന്ന്. അത് മാത്രമല്ല, ഒരേ ഒരു കാര്യം ചെയ്യുവാൻ ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. അത് ദൈവം ചെയ്യുമെന്ന് പറഞ്ഞത് വിശ്വസിക്കുവാൻ മാത്രം. അതിനോട് ആമേൻ പറയുവാൻ. താങ്കൾ ദൈവത്തിലും അവൻ ചെയ്തതിലും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതെ, ദൈവത്തെ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് രക്ഷ. 15-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം കൂടി നോക്കാം. അപ്പോൾ അവൻ അബ്രാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എബ്രായ ജാതിയെ അവരുടെ ദേശത്തു നിന്നും 3 പ്രാവശ്യം പുറത്താക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനത്തിൽ പ്രവചിച്ചിട്ടുണ്ട്. ഇവിടെ ഈ പറഞ്ഞതാണ് 1-ാം പ്രാവശ്യം. അവർ ദേശത്തേക്ക് തന്നെ മടങ്ങി വരുമെന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നു. അടുത്തതായി ബാബിലോന്യ പ്രവാസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അവരെ അവിടെ ബന്ധികളാക്കിക്കൊണ്ടുപോയി. പിന്നീട് അവർ തിരികെ വന്നു. AD 70 യെരുശലേം നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ 3-ാം പ്രാവശ്യം ആ ജനം ചിതറിക്കപ്പെട്ടു. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരിക്കലും അവർ അവിടേക്ക് ഒരുമിച്ച് വന്നിട്ടില്ല. ഞാനിത് പറയുമ്പോൾ പലർക്കും സംശയം തോന്നാം. എന്നാൽ ഞാൻ തെളിച്ചു പറയുന്നു, ഇന്ന് അവർ ആ ദേശത്തായിരിക്കുന്നത് ഒരിക്കലും തിരുവചനത്തിന്റെ പൂർത്തീകരണമായിട്ടല്ല. എന്നാൽ ദൈവവചനപ്രകാരം അത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അവർ ഒരു ദിവസം സ്വന്തം ദേശത്തേക്ക് കടന്നുവരും. 14-ഉം 15-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. അവർ വളരെയധികം സമ്പത്തോടുകൂടെ മിസ്രൈമിൽ നിന്നും വന്നു. എന്നാൽ അത് കാണുവാൻ അബ്രാം ജീവിച്ചിരിക്കയില്ല എന്ന് ദൈവം ഉറപ്പിച്ചു പറയുന്നു. 16-ാം വാക്യത്തിൽ 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ ആക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. ദൈവം അബ്രാമിനോട് പറയുന്നത്, ഈ ദേശത്ത് നിന്നെ ഇപ്പോൾ ആക്കുവാൻ എനിക്ക് സാധ്യമല്ല. കാരണം ഞാൻ അമോര്യരെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് എങ്കിലേക്ക് തിരിയുവാൻ അവർക്ക് ഒരവസരം കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ദൈവം അമോര്യർക്ക് 400 വർഷങ്ങൾ നൽകി. അതൊരു നീണ്ട കാലം തന്നെയായിരുന്നു, അല്ലെ? അവർ അവങ്കിലേക്ക് തിരിയുമോ എന്ന് കാണുവാനാണ് അവർക്ക് അവസരം കൊടുത്തത്. ആ ദേശത്ത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ഒരേ ഒരു വ്യക്തി ആ കനാന്യ സ്ത്രീയായിരുന്ന റാഹാബ് മാത്രമായിരുന്നു. അവൾ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. അവൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്തു. ദൈവം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യം അവനെ വിശ്വസിക്കുക എന്നത് മാത്രമാണ്.
ദൈവം അമോര്യർക്ക് ഈ വലിയ അവസരം നൽകി, പക്ഷെ അവർ അത് ഉപയോഗിച്ചില്ല. 17-ാം വാക്യം, സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായ ശേഷം ഇതാ പുകയുന്ന ഒരു തീച്ചുള ആ ഭാഗങ്ങളുടെ നടുവേ ജ്വലിക്കുന്നൊരു പന്തം കടന്നുപോയി. ഇവ രണ്ടും ക്രിസ്തുവിനെ കുറിച്ചത്ര പറയുന്നത്. തീച്ചുള തീർച്ചയായും ന്യായവിധിയെ കാണിക്കുന്നു. പന്തം ലോകത്തിന്റെ വെളിച്ചമായി യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അബ്രാമിന് ദൈവം വാഗ്ദത്തം ചെയ്യുന്ന സ്ഥലം അവൻ അടയാളപ്പെടുത്തുന്നു. എന്നാൽ അബ്രാം തിരിച്ചു ചെയ്യാമെന്ന് വാഗ്ദത്തം ചെയ്തത് എന്താണ്? ഒന്നുമില്ല. അവൻ ദൈവത്തെ വിശ്വസിച്ചു, അത്ര തന്നെ. അതെ, ദൈവം നിങ്ങൾക്കായി ചെയ്തത് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ ദൈവം നിങ്ങളെ രക്ഷിക്കും. അതെ, കൃപയാൽ അവൻ രക്ഷിക്കും. നമ്മുടെ സൽക്കർമ്മങ്ങളല്ല, കൃപയാൽ, വിശ്വാസത്താൽ. ഇന്നത്തെ പഠനം ശ്രദ്ധിച്ച എല്ലാവർക്കും വളരെ നന്ദി. ഈ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സകല സാഹചര്യങ്ങളും ദൈവഹിതപ്രകാരം മാത്രം ഉപയോഗിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സഭാ നേതൃത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ സഭയിലും യേശു കർത്താവിൻ്റെ നാമം ഉയർത്തപ്പെടുവാൻ ഇടയാക്കണമേ. അനുരഞ്ജനത്തിൻ്റെ പാത വിട്ട്, ലോകത്തിൻ്റെതായുള്ള മാർഗം വിട്ട് യേശുവിന് വേണ്ടി നിൽക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരെ നീ ശക്തീകരിക്കണമേ. അബ്രഹാമിനെ പോലെ തനിക്ക് സാധ്യമായിരുന്ന നല്ല സാഹചര്യങ്ങളെ ലോകത്തിൻ്റെ സാഹചര്യങ്ങളായി കണ്ട് ഉപേക്ഷിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിപ്പാൻ അവിടുന്ന് സ്വർഗീയമായിട്ടുള്ള വിവേചനം തരണമേ. ഇന്ന് വചനം കേട്ട എല്ലാവരെയും വ്യക്തികളായും കുടുംബങ്ങളായും സമൂഹങ്ങളായും സഭകളായും അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ഞങ്ങളെ തുടർന്നും വഴി നടത്തണം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇന്ന് ഞങ്ങളോടൊപ്പം വചനം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.